നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുതിയൊരു നടപടിയാണ് നമ്മുടെ സ്കൂളുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അതെ. നമുക്ക് പൊതുവെ നടക്കുക എന്ന് പറയുന്നത് ഓണപ്പരീക്ഷ, അതുപോലെ ക്രിസ്മസ് പരീക്ഷ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാർച്ചില് പൊതുവേ ഉള്ള ഒരു വലിയ പരീക്ഷ, പരീക്ഷ വലിയ എന്നുള്ള രീതിക്ക്. പരീക്ഷയാണ് നടക്കാറുള്ളത്. അപ്പൊ ആ ഒരു നടപടി മാറ്റിയിട്ട് എല്ലാ മാസവും പരീക്ഷ നടത്താനുള്ള ഒരു പുതിയ നടപടിയാണ് തീരുമാനം. ഇപ്പൊ അവര് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ ഉം. വകുപ്പ് ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ അതെ, മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡിഗ്രിയുടെ കേസിലാണെങ്കിലും അവര് അതെ. ആ 4 4 വർഷമാക്കി. വർഷമാക്കി. പിന്നെ നമുക്കിപ്പം കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഉം. എന്താ അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഓരോ ദിവസം മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ 10ാം ക്ലാസ്സിന്റെ SSLCയുടെ ഇതിലെത്തിയപ്പോൾ അവർക്കും അതെ. പരീക്ഷയിൽ പുതിയൊരു സ്കൂൾ എക്സാമുകളിൽ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ എല്ലാം പറഞ്ഞാൽ മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ചരിത്രമായിരുന്നു തോന്നുന്നു. ചരിത്രമായിരുന്നു. എല്ലാവർക്കും അവധി കിട്ടുന്ന ഒരു സമയം എന്നൊക്കെ നോട്ട് സമയം. ചെയ്യുന്നത് ഓണപരീക്ഷ കഴിഞ്ഞോ, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞോ, അതെ. ഇനിയിപ്പോ അവധി ആയിരിക്കുമല്ലോ എന്നുള്ള ഒരു പഴമ ആ ഒരു ചരിത്രമൊക്കെ ഈ ഒരു അതെ. ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒന്നും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നല്ലതാന്ന് പറയാം.